കേരളത്തിൽ ട്രെയിനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പതിവായി കേൾക്കുന്നുണ്ട്. കുട്ടികൾ തമാശയായി ചെയ്യുന്ന വികൃതികളും ട്രെയിൻ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും വലിയ അപകടം വരെ സൃഷ്ടിച്ചേക്കാം. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് എടുത്തുവെച്ച സംഭവം യാത്രക്കാരിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. ട്രെയിൻ അട്ടിമറിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ് FIR-ൽ പറയുന്നത്. യാത്രക്കാരുടെ കൂട്ടക്കുരുതിയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. കേസിൽ വിവരങ്ങൾ ശേഖരിച്ച NIA പ്രതികളായ അരുൺ, രാജേഷ് എന്നിവരെ ചോദ്യം ചെയ്തു. പോലീസുകാരെ ആക്രമിച്ചതടക്കം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളാണ് പിടിയിലായവർ. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്നതിൽ NIA വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പിടിയിലായ പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യം. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. പ്രതികളെ റെയിൽവേ പോലീസും വിശദമായി ചോദ്യം ചെയ്യും. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായതിനാൽ അട്ടിമറി സാധ്യതയടക്കം ദുരൂഹതകളെല്ലാം നീക്കി പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധനയും നടത്തി മടങ്ങി. എന്നാൽ പുലർച്ചെ ട്രാക്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് കൊണ്ടിടുകയായിരുന്നു. News 18 കൊല്ലം.